പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ തൊട്ടടുത്തുള്ള ഒരു ആഞ്ജനേയ സ്വാമി കോവിലിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ചെറിയൊരു കോവിലാണേ. ഈ കോവിലും തൊട്ട അടുത്തായിട്ട് തന്നെ ഒരു കായലും ഉണ്ട്. കണ്ടോ, ഇതാണ് ആ കായൽ. ഇവിടെ ബോട്ട് സർവീസൊക്കെ ഉണ്ട്. ചെറിയൊരു ക്ഷേത്രമാണേ. ആഞ്ജനേയ സ്വാമിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. പിന്നെ ഇത് എപ്പോഴും ഓപ്പൺ ആയിരിക്കും ഈ കോവിൽ. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു പോസിറ്റീവ് വൈബാണേ. നിങ്ങൾ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ദേവനഹള്ളി കോട്ട കാണാൻ പറ്റും. കാണുന്നില്ലേ? അതാണ് ദേവനഹള്ളി കോട്ട. അത് കായലിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ തൊട്ടടുത്താണ് ടിപ്പു സുൽത്താൻ്റെ ജന്മസ്ഥലം. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടേ. ഈ കായൽ കണ്ടില്ലേ? നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് പേരൊക്കെ ഉണ്ട് കോവിലിൽ. ഇതിപ്പോൾ സമയം ഒരു 12 മണിയാണേ. ഇത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എപ്പോഴും പോയി കഴിഞ്ഞാലും നമുക്കിവിടെ ദർശനം നടത്താൻ പറ്റും കേട്ടോ. കണ്ടോ, ഈ ബോട്ട് സർവീസ് ഇപ്പം അടുത്ത് തുടങ്ങിയതാണേ. ഈ അടുത്താണ് തുടങ്ങിയത്. ഇതിനു മുന്നേ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഇതിന് തൊട്ടടുത്ത് തന്നെ മുസ്ലിംസിൻ്റെ ഒരു ഖബർസ്ഥാനം അതുപോലെ എന്തോ ഒന്നുണ്ട്. രണ്ടും കൂടെ ഒന്നിച്ചിട്ടാണ് വരുന്നത്. ക്ഷേത്രവും പള്ളിയും ഒന്നിച്ചിട്ടാണ് വരുന്നത്. ഇപ്പോൾ നല്ല വെയിലാണ്. ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. നല്ല വെയിലുണ്ടേ. പിന്നെ ആ ആൽമരത്തു നിന്ന് നല്ല കാറ്റ് വരുന്നുണ്ട് കേട്ടോ. നല്ല കാറ്റുണ്ട്. ഇതാണ് ആഞ്ജനേയ സ്വാമിയുടെ ക്ഷേത്രം. പിന്നെ ഇവിടെ തന്നെ നാഗത്തിൻ്റെ ഒരു പ്രതിഷ്ഠ കൂടെയുണ്ട്. കണ്ടില്ലേ? ഇതാണ് നാഗപ്രതിഷ്ഠ. അവിടെ ഒരു നായ ഇരിപ്പുണ്ട്. പിന്നെ ഇതിന് തൊട്ടടുത്ത് തന്നെയായിട്ട് ഒരു മുരുകൻ്റെ കോവിലും കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ സാധാരണ ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെയാണ് ഇങ്ങോട്ടേക്ക് വരാറ്. അപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞാൽ ആ തൊട്ടടുത്തുള്ള മുരുകൻ്റെ കോവിലും കൂടെ പോകാറുണ്ടേ. കണ്ടില്ലേ? ഇതാണ് ആഞ്ജനേയ സ്വാമി. ഇതിപ്പോൾ 12 മണി ആയതുകൊണ്ട് പൂജാരി ഇല്ല. രാവിലെ പോയി കഴിഞ്ഞാൽ പൂജാരി ഉണ്ടാവും. പക്ഷേ ഈ കോവിൽ എപ്പോഴും ഓപ്പൺ ആയിരിക്കും കേട്ടോ. ബോട്ട് സർവീസ് കണ്ടില്ലേ? ഇതിപ്പോൾ അതിൽ കയറാൻ പറ്റില്ല. ഭയങ്കര വെയിലാണേ. നല്ല ചുട്ടു പൊള്ളുന്ന വെയിലാണ് പുറത്ത്. കണ്ടില്ലേ? ബോട്ട് സർവീസൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ദൂരെ വാഹനം പോകുന്ന കാണാൻ പറ്റും. അതാണ് ബാംഗ്ലൂർ ഹൈദരാബാദ് നാഷണൽ ഹൈവേ. പിന്നെ ആ റോഡ് വഴിയാണ് നമ്മുടെ ബാംഗ്ലൂർ ഫേമസ് ആയിട്ടുള്ള നന്ദി ഹിൽസിലൊക്കെ പോകുന്നത്. നന്ദി ഹിൽസ് പിന്നെ ഇഷ ഫൗണ്ടേഷനൊക്കെ പോകുന്നത് ആ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ എത്തും കേട്ടോ. ഇവിടുന്ന് തൊട്ടടുത്താണ് നന്ദി ഹിൽസൊക്കെ. ഒരു 17 കിലോമീറ്റർ എങ്ങാനേ ഉള്ളൂ നന്ദി ഹിൽസിലോട്ടേക്ക്. അപ്പോൾ നമ്മളിവിടെ പ്രാർത്ഥിച്ചു. ഞങ്ങളിനി വീട്ടിലോട്ടേക്ക് പോവാണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പിന്നെ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ശരി.